ഹേ ഗൈസ്, ആർത്തി മൂത്ത് വയറ് നിറച്ച് കഴിച്ച് ശ്വാസം എടുക്കാനുള്ള നേരം ഒരുപാട് സ്ഥലം പോലും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. സോ ഗൈസ്, നടിക്കാർ, ഈ ഒരു സിനിമയുടെ ആക്ച്വൽ പേര് നടിക്കാർ തിലകം എന്നായിരുന്നു. നടൻ ശിവാജി ഗണേശൻ്റെ ഒരു വിളിപ്പേരായിരുന്നു നടിക്കാർ തിലകം. കക്ഷിയുടെ മകൻ അതിന് സമ്മതിച്ചില്ല. ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ കക്ഷി പേര് മാറ്റി നടിക്കാർ ലാൽ ജൂനിയർ. ലാൽ ജൂനിയർ കക്ഷിയുടെ പഴയ പടങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഹണി ബി 2 ഒക്കെ. ആ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പടവും ഇഷ്ടപ്പെട്ടു. തുടക്കം മുതൽ അവസാനം വരെ കളർ കൊണ്ട് നിറച്ചിരിക്കുക. കളർഫുൾ എന്ന് പറഞ്ഞാൽ കളർഫുൾ. തല്ലുമാലയുടെ ഒക്കെ ഒരു വേറെ വേർഷൻ. എന്താ പറയുക, അതിലെ കളേഴ്സിനൊക്കെ എന്താ പറയുക, കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ടിട്ട് നല്ല അടിപൊളി സിനിമ. ഐ മീൻ ഫസ്റ്റ് ഹാഫിൽ ഇഷ്ടം പോലെ കിസിങ്ങോട് കിസിങ്. കക്ഷിയിലെ ക്യാരക്ടറായ ഡേവിഡ് പടിക്കൽ, കക്ഷി ഒരു നടനാണ് ഈ സിനിമയിൽ. കക്ഷി എന്താ പറയുക, ഭയങ്കര ആരഗൻ്റാണ്. എന്താ പറയുക, ഒരു ഫെയിം വന്നപ്പോൾ ആരഗൻസും അഹങ്കാരമൊക്കെ കൂടി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയുടെ തുടക്കത്തിൽ പ്രേം നസീർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ക്ലിപ്പിങ്ങോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. കക്ഷി ഇൻ്റർവ്യൂവറായിട്ട് സംസാരിക്കുന്ന ഒരൊറ്റ ക്ലിപ്പിംഗ്. ആ ക്ലിപ്പിങ്ങിൽ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത് സ്റ്റാർഡം എന്നതിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്റ്റാർഡം, പ്രേം നസീറിൻ്റെ സാറിൻ്റെ എന്താണ് ആളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കക്ഷി എടുത്ത് പറയുന്ന ഒരു കാര്യം, സ്റ്റാർഡം ഇറ്റ്സ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഒരു പൂമത്തയല്ല സ്റ്റാർഡം, പകരം അല്ല, പക്ഷേ ഭയങ്കര മുള്ളു കൊണ്ട് നിറഞ്ഞ ഭയങ്കര ഹാർഡ്ഷിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്ര എളുപ്പമൊന്നുമല്ല. സോ അതിൻ്റെ ബുദ്ധിമുട്ട് ആ തുടക്കത്തിൽ ക്ലിപ്പിങ്ങിൽ കക്ഷി പറയുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് ഹാഫിലെ ഭാവനയുടെയും പിന്നെ ടോവിനോയുടെ ആ ഒരു മൂവി സീൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് സ്റ്റാർഡം ഡേവിഡ് പടിക്കൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കാണിക്കുന്നത്. സോ കക്ഷിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ കക്ഷിയുടെ മാനേജർ ഇതൊക്കെ കാണുന്നുണ്ട്. കക്ഷി പറയുന്നുണ്ട്, അടുത്തിറങ്ങിയ പടങ്ങളെല്ലാം മൊത്തം ഫ്ലോപ്പാണ്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികം കാലം കയറിയാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടത്തില്ല. നമ്മുടെ ഉദയനാടൻ താരത്തിലെ സരോജ് കുമാറും ജഗതിയും അഭിനയിച്ച ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിലും പോലെ. അടിക്കടി ഫ്ലോപ്പുകൾ വരുന്നുണ്ട്. സോ യു നീഡ് ടു ചേഞ്ച്, ആക്ടിങ് പഠിക്കണം. സോ ഞാനൊരു മാഷിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബാല എന്ന് പറയുന്ന കക്ഷി വന്ന് പഠിപ്പിച്ച് തരും എന്നൊക്കെ പറയുന്നു. പിന്നീടാണ് സൗബിൻ സാഹിറിൻ്റെ എൻട്രി, പിന്നെ കഥ ഇങ്ങനെ വഴി മാറുന്നതും. സോ തുടക്കം ഒരു 1 ബ്ലാസ്റ്റോടു കൂടി തുടങ്ങി ഭയങ്കര കളേഴ്സൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട്, പിന്നെ സെക്കൻഡ് ഹാഫോട് കൂടിയിട്ട് കുറച്ച് ഇമോഷൻസൊക്കെ ഉള്ളിൽ കയറ്റി കക്ഷിയുടെ ആ ട്രാൻസ്ഫോർമേഷൻ, ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ഇമോഷൻസൊക്കെ വരുന്നുണ്ട്. അടിപൊളി സിനിമ. ഒരു നേരത്ത് പോലും ബോറടിക്കാനോ ഒന്ന് പുറത്തേക്ക് പോയി ഒന്ന് സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും പോലും തോന്നി. നല്ല പടം ഗൈസ്. ആൻഡ് ക്രിറ്റിക്സ് എന്താ പറയുക, മിക്സഡ് റിവ്യൂസാണ് വരുന്നത്. സം ലൈക്ഡ് ഇറ്റ്, സം ഡോണ്ട്, സം ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സോ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല വൈ ഡിഡ്ന്റ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ബിക്കോസ് ടോവിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എനിവൺ എൽസ് പൃഥ്വിരാജിന് പറ്റുമായിരിക്കും. ബട്ട് ആൻഡ് ഉണ്ണി മുകുന്ദൻ യെസ്, ബട്ട് ടോവിനോ വാസ് ദി ആപ്റ്റ് വൺ. അടിപൊളിയായിട്ട് അഭിനയിച്ചു. ആൻഡ് കാസ്റ്റിംഗ് നേരെ, ഓ മൈ ഗോഡ്, അനൂപ് മേനോൻ, ഭാവന, ദിവ്യ പിള്ളൈ, ബാലു വർഗീസ്, ഇന്ദ്രൻസ്, ധ്യാൻ ശ്രീനിവാസൻ, അടിപൊളി നേരെയാണ്. ഐ മീൻ ചിലർക്കൊക്കെ കുറച്ച് സീനേ ഉള്ളൂ, ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് സീനേ ഉള്ളൂ എങ്കിൽ കൂടിയിട്ട് നല്ല അടിപൊളി. ഗണേശനൊക്കെ ഉണ്ട്. സോ ഗണേശനല്ല, ഗണപതി. അടിപൊളി സിനിമ ഗൈസ്. ആൻഡ് തിയേറ്റർ വാച്ച് ഇസ് എ മസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കളേഴ്സ്. തുടക്കം മുതൽ ആ ഫസ്റ്റ് ഹാഫ് പറഞ്ഞ കളർ, ദുബായിക്ക് പോകുന്നതും പാട്ട് സീൻസൊക്കെ ഉള്ളതും, പിന്നെ സഫാരിക്ക് പോകുന്നതും അടിപൊളി. നോ, എനിക്ക് പേഴ്സണലി ദഹിക്കാത്ത ഒരു കാര്യം, എൻ്റെ ക്ലൈമാക്സിൽ ഡേവിഡ് പടിക്കലിൻ്റെ അവസാനത്തെ ആ ഒരു സീൻ, ഒരു മൂവി ഷോട്ട് സീൻ നടക്കുന്ന സമയത്ത് കോശി എന്ന ഡയറക്ടർ അതുകൂടി സീൻ, അനൂപ് മേനോനുമായിട്ടുള്ള ഒരു ഷോർട്ട് സീക്വൻസ് അതെടുക്കുന്ന സമയത്ത് കക്ഷിയുടെ അഭിനയം, ആ ഒരു സീൻ കക്ഷിയുടെ എന്താ പാവം വെക്കുക പുറത്തേക്ക് കൊണ്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഓ മൈ ഗോഡ്. സോ അപ്പോൾ ഗൈസ്, എൻ്റെ ഗിംബലിൻ്റെ
ബാറ്ററി തീർന്നത് അതുകൊണ്ടാണ് കയ്യിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നത്. സോ പടം is one of a must watch. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് സീൻ മാത്രമേ എനിക്ക് അത്രയും കണ്ട് എന്തോ ഒരു ഇത് തോന്നിയില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് എ പെർഫെക്റ്റ് എൻഡിങ് ടു ദ സിനിമ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ക്രൂ മെമ്പേഴ്സ്, ദി ഡിസേർവ് ദി സക്സസ്. ആൻഡ് അടിപൊളി സിനിമ ഗൈസ്. നിങ്ങൾ തിയേറ്റർ വാച്ച് മസ്റ്റാണെന്ന് പറയാനുള്ള കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് കളേഴ്സ് ആൻഡ് ഇറ്റ്സ് മ്യൂസിക്. കാരണം ഈ പ്രേം നസീറിൻ്റെ തുടക്കത്തിലുള്ള ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന സ്റ്റാർഡം അതും വെച്ചിട്ടൊരു പാട്ട് ഈ സിനിമയിലുണ്ട്. So it's like so nice to watch this film. I really recommend this to you guys. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് മൂവി റിവ്യൂ ആയിട്ട് വരാം. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആൻഡ് വിച്ച് പാർട്ട് ഡിഡൻറ്റ് യു ലൈക്ക് അതും കൂടി രേഖപ്പെടുത്തുക. ബിക്കോസ് ക്രിറ്റിക്സ് എല്ലാവരും പറഞ്ഞിരുന്നു they didn't like it. ഒട്ടുമിക്കവരും പറഞ്ഞു they didn't like it. അതിൽ ഏതോ ഒരു ഭാഗം എന്താണ് അവർക്ക് ഇതിൽ കാണാൻ ഇഷ്ടപ്പെടാത്തത് ഒരു ഭാഗം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സോ ഇഫ് യു ആർ വൺ ഓഫ് ദം, പ്ലീസ് let me know in the comment section below, and catch you guys in the next movie review. Until then, stay safe.